എത്ര ആയടേ? നമസ്കാരം. ആരാ? ഞാൻ കറ്റാനം കുട്ടിക്കൃഷ്ണൻ. അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ പറഞ്ഞിട്ട് വന്നതാ. ചെറിയാച്ചോ, അട്ടക്കുളങ്ങര പറഞ്ഞയച്ച ആള് വന്നിരിക്കണു. അയക്കപ്പെടുന്ന ആള് മിടുക്കനായിരിക്കും എന്നാണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത്. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? ട്രൂപ്പുമാനായിട്ട് ഇയാളെ മതിയോ അവനെക്കുട്ട? അതാ ഞാനും ആലോചിക്കുന്നത്. നാടകാവതരണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജറുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുവടെടുക്കലല്ലോ. ട്രൂപ്പ് മാനേജറുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി. ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? തിരുവാതിര തിയേറ്റേഴ്സ് തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ 3 നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ എന്നോട് പറഞ്ഞത്. KPSC, കാളിദാസ കലാകേന്ദ്രം, കൊച്ചിൻ സംഘമിത്ര, സൂര്യസോമ, വൈക്കമാളവിക, ചാലക്കുടി സാരഥി, ഇതിൽ ഏതൊക്കെ സമയം നിന്ന് ഏതൊക്കെ നിന്നുള്ള പൊക്കണം സാർമാര് പറഞ്ഞാട്ടെ. ഈ പൊക്കലല്ലാതെ താൻ മര്യാദയ്ക്ക് വിളിച്ച നടികൾ വരില്ലേ? ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ്, അല്ലാതെ മറ്റേ പൊക്കലല്ല. അപ്പോ തന്നെ കൊണ്ട് ആ പൊക്കലിന് പറ്റത്തില്ലേ? ആ പണിയും കൂടി വെച്ചേർത്ത ചില മാനേജർമാരുണ്ട്, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ. അപ്പൊ സാറന്മാര് ട്രൂപ്പ് തുടങ്ങിയത് ഇതിനാണല്ലേ? അയ്യോ കുട്ടികൃഷ്ണ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? അല്ലേ? പിന്നെ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ഞാൻ ആത്മാർത്ഥയോടെ ചെയ്യാം. പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം. ഓഹോ, ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ? പിന്നെ എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ? ആലയും ഇനി ഒന്നും പറയണ്ട, തന്നെ ഞങ്ങൾ ട്രൂപ്പ് മാനേജറായി നിയമിച്ചിരിക്കുന്നു. കറ്റാണം നടീനടന്മാരുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാ, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ വരുന്നില്ലേ? ഇല്ല. നടികളൂടെ വന്ന സ്ഥിതിക്ക് ഇവരിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. ആർട്ടിസ്റ്റുകളെല്ലാം കിട്ടിയോ? സുഗന്ധിയുടെ റോളിൽ അഭിനയിക്കേണ്ട നടി മാത്രം കിട്ടിയിട്ടില്ല. ബാക്കി ഏതാണ്ട് എല്ലാവരും ആയിട്ടുണ്ട്. നായികയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ റീഹേഴ്സൽ എങ്ങനെ തുടങ്ങും? അഭിനയ പ്രാധാന്യമുള്ള വേഷമല്ലേ, കണ്ട ആപ്പേപ്പം കിട്ടിയാ പോരല്ലോ. സാർ വിഷമിക്കണ്ട, 2 ദിവസത്തിനകം ഞാൻ പൊക്കി തരാം. അല്ല, വിളിച്ചോണ്ട് വരാന്ന്. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? താലപ്പൊലിയായിട്ട് എതിരേൽക്കാൻ ഇവിടെ ആരുമില്ല, ഒന്ന് ഇറങ്ങിക്കേ. ഇത് മിസ്റ്റർ അലക്സാണ്ടർ, നായകൻ നടൻ. ഹലോ. മഹാനായ അലക്സാണ്ടർ ആണോ അയാള്? ഹീറോ അല്ലേ, ശകല ഹെഡ്വൈറ്റ് കാണും. എവന്റെ കാലാവസ്ഥ ശരിയാകും തോന്നുന്നില്ല. ഒരു സിന്ധിക് ആളെ പോലുണ്ട്. ഇതാണ് ഓടനാവട്ടം ഓമന ചേച്ചി. നമസ്കാരം. 1991 സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ. എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറിയിക്കാം. തൽക്കാലം ക്യാമ്പിലോട്ട് ഒന്ന് മാറിക്കേ. ഇവര് സൂസനെ കൊണ്ട് ഭക്തിഗാനം വെപ്പിക്കുന്നാ തോന്നുന്നു. സാറിന്റെ 2ാമത്തെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാ. പേര് താര. ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽ നക്ഷത്രവും. എന്താ പേര്? തിരുത. അതൊരു മീനിന്റെ പേരല്ലേ? ആ, മീന്റെ പേരാ. ഞങ്ങാ കടാപ്പറക്കാരാ. മകളെ പെട്ടി. തമ്പി, നമ്മൾ അവതരിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയാണോ? സാറ് പേടിക്കണ്ട, താര പഠിച്ച കുട്ടിയാ. അവള് നല്ല മണി പോലെ സംസാരിക്കും. ഇത് ഞാൻ AKP ചെത്തിപ്പുഴ കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, കേട്ടില്ലേ? പേര് AK പരിമളൻ ചെത്തിപ്പുഴ. നല്ല യാത്രാക്ഷണമുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇവൻ കുഴപ്പമില്ല, നല്ല ഹാസ്യം. ബാക്കിയുള്ളവരൊന്ന് ഇറങ്ങിയട്ടെ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. നാടക നടികളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ചേട്ടാ, അവര് താമസിച്ചു പോട്ടെ. നീ മിണ്ടാതിരി സുധി. കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടായത്. പ്രതിഫലം കൊടുത്തിട്ടാ അഭിനയിക്കുന്നതെങ്കിലും അവരൊക്കെ നമ്മുടെ അതിഥികളാ എന്ന് വിചാരിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കണോ? റിഹേഴ്സൽ ക്യാമ്പിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ. പുരുഷന്മാർ അവിടെ താമസിക്കും. സ്ത്രീകളെ അഫോർഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറവാ. ഏതായാലും ഇവിടെ താമസിപ്പിക്കണ്ട. നാടക സമിതി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോഴേ രാജശേഖരൻ നബിക്ക് കലി ഇളയിരിക്കുക.
ഇനി നടികളെ കൂടി ഇവിടെ താമസിപ്പിച്ചു എന്നറിഞ്ഞാ പിന്നെ അത് മതി. ഓ അത് ശരി. ഭാവിയിലെ അമ്മായി അച്ഛനെ പേടിച്ചിട്ടാ എന്റെ മോൻ അച്ഛനെ എതിർക്കുന്നത്. വേണ്ട, രാജനെ മോളെ വെറുപ്പിക്കണ്ട. അങ്ങനെ വരട്ടെ. അച്ഛന്റെ നാടക സമിതിയോട് പുച്ഛം തോന്നാൻ അപ്പൊ അതാണല്ലേ കാര്യം. ഒന്ന് പൊടി വിടുന്നു. എന്താ വന്ന കാലത്തിന് നിൽക്കുന്നത്? ഇരുത്താട്ടെ. പരണ്ടിപ്പല കാണുവാ ഒന്നെടുക്കാനെ കൊണ്ട്. എന്നാത്തിനാ? ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലമില്ലേ. അതിനെന്താ, ഒരെണ്ണം ഇത് ഞാൻ പണിയിപ്പിച്ച് തരും. അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാമാളാളെ? വല്യമ്മച്ചി കുടില് വിട്ട് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ. യവക്കട നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടെന്നേ ഉള്ളു കേട്ടാ. 10 ക്ലാസ് പഠിച്ചാനെ കൊണ്ട് മീമിക്കാൻ പെണ്ണിന് കുറച്ചില്ലാന്ന്. മീമിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും 150 കിട്ടുമായിരുന്നു. നാടകത്തിലാകുമ്പോ 100 കിട്ടൂ. നിന്നിട്ട് കാല് കാണിക്കുന്നല്ല, എന്നാതിന്റെ പുറത്താ ഒന്നിരിക്കുന്നത്. അയ്യോ, ഈ തള്ളയിൽ എന്നെ കാണിക്കാനാ പോന്നേ? ഒന്നിരിക്കാൻ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ നാട് പഠിച്ച നന്നായി. അയ്യോ സൂസന്നേ, ആരെന്റെ ചക്കവി? ആരാ? എന്ത് വേണം? തുണി മാറുകയായിരുന്നു. നീ പേടിച്ചു പോയല്ലേ? നാണിക്കണ്ട, ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരാണ് ചോദിച്ചേ? ഞാൻ ഓടരാവട്ടം ഓമന ചേച്ചി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ. എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടപ്പിള്ള സാർ പറഞ്ഞു. ഏതാണ് എന്റെ മുറി? മുറിയതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്, ഞാൻ ഈ തുണി എടുക്കട്ടെ. തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഉടുത്തോ, ഞാൻ ദേ പോകും. ഈ കളരി ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാ. പക്ഷെ ചെറിയാച്ചൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു. നിനക്ക് നിർബന്ധമാണ്, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ആ, ഇനി ചെറുപ്പക്കാരെ കൂടെ കെട്ടിയെടുക്കാത്തതിന് കുഴപ്പമുള്ളൂ. ദേ, പ്രായമായ 2 ആമ്പിള്ളേരുള്ള വീടാ. അതുകൊണ്ടല്ലേ പ്രായമായവരെ തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനൊരു ഏടാകൂടം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. പ്രദീപിനെ ഒരിക്കൽ ബാങ്കിൽ വെച്ച് കണ്ടപ്പോ അവൻ പറഞ്ഞു നീ ഏതോ നാടക ട്രൂപ്പിലാണെന്ന്. ഒരു ജോലിക്ക് വേണ്ടി കുറെ അലഞ്ഞളിയാ. ആ നാടകത്തിൽ ഇങ്ങനെ തമാശ പറഞ്ഞ് ജീവിക്കാനായിരിക്കും വിധി. നിന്റെ പ്രേരണയിലായിരിക്കും അല്ലേ അച്ഛൻ ട്രൂപ്പ് തുടങ്ങിയത്? ഞാനിപ്പോഴീ പൊല്ലാപ്പിനെതിരാ. എതിരാ? കോളേജിൽ പഠിക്കുമ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ നീ ചാടി ഇറങ്ങുമായിരുന്നല്ലോ അഭിനയിക്കാൻ. ഇപ്പൊ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനായപ്പോ ഇതൊക്കെ കുറച്ചിലായല്ലേ? അതല്ല പരിമള, കലയോടൊക്കെ ഇപ്പോഴും താല്പര്യം തന്നെ. പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത്? ഇനിയിപ്പോ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണോ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ട്രൂപ്പ് തുടങ്ങിയാലല്ലേ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു ഗതിയുള്ളൂ. എടാ, ഈ കിളവന്മാര് നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു? ഓമനക്കുട്ടൻ പിള്ളയമ്മാവൻ ആളത്ര ശരിയല്ല. ഓ പിന്നെ ഇനിയിപ്പോ നാട്ടുകാരെ മുഴുവൻ സന്മാരുകളൊക്കെ നീ ആര്? ഹരിചന്ദ്രന് അളിയൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, പാര വെച്ച് കുളമാക്കല്ലേ പ്ലീസ്. ആരാ ഇതിനകത്ത്? കുറെ നേരമായല്ലോ. എടാ സന്തോഷം, ഒന്നും കൂടെ ഇറങ്ങാൻ. എന്തിനാ ചേട്ടൻ രാവിലെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത്? അച്ഛനായിരിക്കും. അച്ഛനോട് ആര് പറഞ്ഞു എന്റെ ബാത്റൂമിൽ കയറാൻ? നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ? അച്ഛന് മൂത്രം പോകത്തില്ലേ? ബഹളം വെക്കണ്ട. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടി അതിനകത്ത്. അവരതിനകത്ത് എന്ത് ചെയ്യാ? ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? 1.5 മണിക്കൂറായല്ലോ കേറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കയറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ ദൈവമേ, ചെറിയാച്ചോ ഒന്നിങ്ങി വന്നേ. അയ്യോ, എന്നതാ ചെറിയാച്ചോ, ആ ഓടനാവട്ടെ ഓമന കക്കൂസി കയറി ഓടാമ്പലിട്ടിട്ട് 1.5 മണിക്കൂറായി. വിളിച്ചിട്ട് ഒരനക്കോ ഇല്ല. അയ്യോ, എങ്കിൽ സംശയിക്കണ്ട, ആത്മഹത്യ. നോക്കി നിൽക്കാതെ പോലീസിൽ അറിയിക്ക്. എന്റെ കർത്താവേ, 1-ാം പ്രതിയാ. എന്റെ ദൈവമേ, വിളിക്കാൻ വരട്ടെ. വന്നേ ചെറിയാച്ച. അടി ഓടനാവട്ടം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ ഇളവിനെ തന്റെ വീട്ടിൽ നിർത്തിയാ മതി. ഇന്ന് ആണുങ്ങൾ വരുത്തി വെക്കുന്ന പോലെ തലവേദന നോക്കണേ. അറിഞ്ഞുകൂടാ. എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങൾ ആ തന്നെ എടുക്കുമായിരുന്നു. ഞാൻ ഡയലോഗ് പഠിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നേ? ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത്? ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തില്ല. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് ഭയങ്കര ക്ഷീണം. തള്ളക്കിപ്പോ ഞാൻ ഹോർലിക്സ് വെറുതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കിളവി. കിളവി നിന്റെ അമ്മയുടെ ഓടാർന്ന്. കിളവി
ആ താരാന്നല്ലേ പേര്? അതെ, ആര് പറഞ്ഞു? ഈ പേരെന്ന് പറയുന്ന സാധനം അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നല്ലോ. പറ്റോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. എവിടെ വെച്ച്? കഴിഞ്ഞ വർഷം ഞങ്ങള് നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ? ഉവ്വ. അപ്പൊ കണ്ടു. അത് ശരി. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ? മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളൂ. അല്ല, എന്നെ മമ്മൂട്ടി അനുകരിച്ചു. മമ്മൂട്ടിയോ? ഓക്കെ. മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല. മണ്ണാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ഇനി ജയറാമിനെ. ചേട്ടാ, അച്ഛൻ വിളിക്കുന്നു. പിന്നെ വരാം. നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വന്നാ മതി. നാടകത്തിൽ ആരായിട്ട് അഭിനയിക്കുന്നത്? ഒരു ഇല്ലത്തെ കുട്ടിയായിട്ടാ. ജോഡി ഉണ്ടോ? ഇല്ല. ഒരു തരത്തില് ജോഡി ഇല്ലാത്തതാണ്. സന്തോഷേ, എന്തിനാ മോൻ വന്നത്? വാരികയില് വാരഫലം നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഈ ആഴ്ച? വലിയ കുഴപ്പമില്ല ആന്റി. എനിക്ക് ജാതകദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ല് ചെല്ല്. ഞാൻ പോട്ടെ. വാ, വാരിക ഏത് പൊടിയത്? ഇറങ്ങിക്കോളൂ. രജനിയല്ലേ അത്? അങ്ങോട്ടിരുന്നോളൂ, ഞാൻ ഡയറക്റ്റ് ഒന്ന് കാണട്ടെ. രജനി അഭിനയിക്കാമെന്നാണോ? അതെ, സുഗന്ധിയുടെ റോളില്. അവര് അഭിനയം നിർത്തിയെന്നാണല്ലോ കേട്ടത്. മാഷ് എന്നെ പറ്റി എന്താ വിചാരിച്ചത്? കഴിവുള്ള നടികളെ അങ്ങനെ വീട്ടിലിരിക്കാൻ ഈ കട്ടാനം കുട്ടിക്കിട്ട് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല. ഇനി നോക്കിക്കോ, ഊരാക്കുടുക്കുകൾ കുറഞ്ഞ് 400 സ്റ്റേജ് ഉറപ്പാ. അത് ശരി. അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തിൽ വലിയ കാര്യമില്ലെന്നാണോ മാഷ് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അലക്സാണ്ടർ എന്തിനാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? എവിടെ അവരുടെ വീട്? കുറച്ചു വടക്കാം. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ വരും. അതും ഇത് പറഞ്ഞ് സമയം കളയാതെ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ നോക്ക്. ഞാൻ ആ സീൻ ഒന്ന് പോളിഷ് ചെയ്യട്ടെ. മാഷ് പറഞ്ഞതാ കാര്യം. രജനി അഭിനയം തുടങ്ങിയെന്നറിഞ്ഞാൽ തപ്പിക്കൊണ്ടുപോകാൻ 100 ആള് വരും. വൈശാഖൻ സഹകരിക്കുന്ന ട്രൂപ്പുകാരി തന്നെ രജനി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ. ആരായി വൈശാഖൻ? രജനിയുടെ ഭർത്താവ്. അയാളെന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഓഹോ, മിസസ് രജനിയെ എവിടെ താമസിപ്പിക്കും? അതോർത്ത് സാറ് വിഷമിക്കണ്ട. രജനി ക്യാമ്പിൽ തന്നെ കഴിഞ്ഞോളും. ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി. രജനി. ആഹാ, രജനിയായിരുന്നോ? ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചേച്ചി ഈ സമിതിയിലുണ്ടെന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് 4-5 ദിവസമായി. രജനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയ കാര്യം എനിക്കറിയില്ല കേട്ടോ. അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക. പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ. കുട്ടിക്കൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. വൈശാഖന് ഇപ്പൊ ഏത് ട്രൂപ്പിലാ? ഈ വർഷം ഏത് ട്രൂപ്പിലാ പോണെന്ന് അറിഞ്ഞില്ല. ഓടനാവട്ടം എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാഷേ, അവളെ അഭിനയം നിർത്തിയതൊന്നുമല്ല. ആരും വിളിക്കാതെ ഇപ്പൊ വീട്ടിലിരിപ്പായതാ. വിളിക്കാതിരിക്കാൻ കാരണം എന്താ? ആ വൈശാഖനെ പേടിച്ചിട്ട്. രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ ചെന്ന് അവ പ്രശ്നമുണ്ടാവും. എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളനാണ് ഇവളുടെ ഭർത്താവ്. ഒരു ട്രൂപ്പിൽ ക്യാമ്പ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു. രാമരാജനായിരുന്നു സംവിധായകൻ. അയാള് വിട്ടില്ല. എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോന്തക്കിട്ട് ഒറ്റയടിയ. പൈപ്പിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്.
അയ്യോ അയ്യോ എന്താണ് ഇവിടെ? ഓഹോ, ബൂസ്റ്റാണെന്ന് കരുതി വാരി തിന്നാണല്ലേ? എന്താ അയ്യോ സുമി ഒരു കമ്പിളി കുളിരും പനിയൊന്നും അല്ല. ബൂസ്റ്റ് ആണെന്ന് കരുതി കുപ്പിലിരുന്ന കുരുമുളകോടെ എടുത്തു തിന്നു. അയ്യോ ഒരു അബദ്ധം ആർക്കും പറ്റും. അല്ലേ എന്റെ ഓമന കുട്ടം പിള്ളണ്ണ. അവളെ പറഞ്ഞയച്ചോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴയാൾ ശല്യത്തിനൊന്നും പോകാറില്ല. നമ്മുടെ സമിതിയിൽ അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ പറഞ്ഞയച്ചാ ഇതുപോലൊരു ആർട്ടിസ്റ്റിന് വേറെ കിട്ടുവോ? ഓടനാവട്ടം വാ കഴുക. പാടും ഈണമായി വീണ പാടും ഈണമായി. അയ്യോ ശ്രുതി ചേർത്ത് പാടും. വീണ പാടും ഈണമായി വീണ പാടും ഈണമായി. ഒരു വരിയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയാലും കടലുണ്ടി. വീണ പാടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്റെ അടുത്ത് 2 കൊല്ലം സംഗീതം പഠിച്ച കുട്ടിയാണ് മാഷേ. അപ്പൊ പിന്നെ ഇരട്ട വെളുക്കോളം പാടിച്ചൊന്നും കാര്യമില്ല, കളഞ്ഞിട്ട് പോവാ. അങ്ങനെയല്ല, പാടി ശരിയാക്കാമെന്ന വിശ്വാസം പോകലേക്കില്ലേ? ഇല്ല. പുതിയ ആളുകളെ വെച്ച് ഒരു പരീക്ഷ നടത്താൻ സമയമില്ലാതെ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഓ, ഇനിയിപ്പോ അവസാന നിമിഷത്തിൽ ആരെച്ചെന്ന് വിളിക്കും? ഞാനൊന്ന് നോക്കട്ടെ മാഷേ. നോക്കിക്കോളൂ, അതിനെന്താ. ഉണ്ടാകട്ടെ, വരികൾ നോക്കിക്കോളൂ. ബെസ്റ്റ് ഐഡിയ. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതുപോലൊരു ഫീൽഡ് ഇല്ല. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചുറ്റിക്കളികൾ നടക്കും. ചെറിയാച്ചൻ എന്ത് തോന്നുന്നു? സംഗതി കൊള്ളാം. പക്ഷേ ഗസറ്റഡ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാ അത് കുറച്ചിലല്ലേ തമ്പി? നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? സിനിമയുടെയും ടിവിയുടെയും ഈ അതിപ്രസരത്തിലും നാടകം ശക്തമായി നിലനിൽക്കുന്നില്ലേ? അത് മാന്യതയില്ലേട്ടാ? മാടിനറിയാമോ മാമ്പഴത്തിന്റെ ഗുണം? ഓ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളെ പറ്റിട്ട് നാടക സ്റ്റേജിലാണെന്ന്. ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, സമ്മതിച്ചു. പക്ഷെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ വേണം? എടോ, 1ഉം 2ഉം പറഞ്ഞുടക്കാതെ ചെറിയാച്ചന് സഹകരിക്കാൻ പറ്റുമോ? അത് പറ. ഈ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊരു തലവേദന അല്ലേ തമ്പി? ഏത് ബിസിനസിനാ തലവേദന ഇല്ലാത്തത്? എല്ലാ ബിസിനസിനും ഉണ്ട് തലവേദനയും കുളമ്പ് രോഗവും. ജീവിതം തന്നെ ഒരു വലിയ ഗ്യാസ് ട്രബിൾ അല്ലേ? സൂസന്നെ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ ചെറിയാച്ചൻ ഒഴിയുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ചെറിയാച്ചന്റെ മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി? ചുമ്മായിടും. സൂസന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് വിടെ. ആ, ഇവരുടെ ഇരിപ്പ് കണ്ടാ തോന്നും കെട്ടിയമാര് ബോട്ട് മുങ്ങി ചത്തുപോയെന്ന്. അമ്മയമ്മ കേക്കണ്ട. നിങ്ങൾ എന്നാ അടിപിള്ളേരെ ഈ പൊറുപൊറുക്കുന്നത്? അവര് നാടക ട്രൂപ്പ് തുടങ്ങുന്നതിന് നിങ്ങൾ എന്തിനാ വെറുതെ തല പുകയ്ക്കുന്നതെന്ന് ചോദിക്കായിരുന്നു. മോക്കത് പറഞ്ഞാ മനസ്സിലാകത്തില്ല. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തോമച്ചന്റെ അപ്പച്ചന് ഇത്തിരി വെള്ളം കണ്ടാ മുങ്ങുന്ന കൂട്ടത്തില. നാടകം എന്ന് പറയുന്നതേ ഒരു വലിയ കായലാ. അതിയാൻ അതിലിറങ്ങിയാ പിന്നെ തിരിച്ചു കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി തെറ്റാനുള്ളവർ എവിടെയായാലും തെറ്റും. അതിനിപ്പം നാടകം തന്നെ വേണമെന്നൊന്നുമില്ല. ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാ കുഴപ്പം. മോളിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ചേട്ടനും തമ്പിസാറും ഉള്ളതുകൊണ്ട് ചെറിയ സാർ അങ്ങനെ കയറ് പൊട്ടിക്കൊന്നും പേടിക്കണ്ട. അയ്യടാ, അത് പറയണ്ട. സുമിത്രയുടെ ചേട്ടനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പിന്നെ തമ്പിസാറുള്ളതാ ഒരാശ്വാസം. അല്ല,
അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഞാൻ എന്ത് പറയാനാ? മഹേന്ദ്രൻ ഏതായാലും ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളും ആലോചിക്കില്ല, അതുറപ്പാ. തമ്പി സാറിന്റെ ഏർപ്പാടായതുകൊണ്ടാ ഞാനും അങ്ങ് സമ്മതിക്കാന്ന് വെച്ചത്. ഇനി ഞാനായിട്ട് എതിര് നിന്നതുകൊണ്ട് നടന്നില്ല എന്ന് വേണ്ട. പക്ഷെ നാടകം പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ മതി.